What is the similarity between this image and this image? Well, both originated in Germany. So 1920-ൽ ജർമ്മനിയിലാണ് ആദ്യമായിട്ട് മോഡുലാർ കിച്ചൺ ഡെവലപ്പ് ചെയ്തത്. ഈവൻ ദോ ഇറ്റാലിയൻ കിച്ചൺസ് ആർ മോർ പോപ്പുലർ, ജർമ്മനിയിലായിരുന്നു ആദ്യമായിട്ട് മോഡുലാർ കിച്ചൺ കണ്ടുപിടിച്ചത്. ഫങ്ഷണലായിട്ടും സ്പേസ് എഫിഷ്യൻ്റ് ആയിട്ടും അതേപോലെ അഡാപ്റ്റബിൾ ആയിട്ടുള്ള മോഡുലാർ യൂണിറ്റ്സ് ആയിട്ടായിരുന്നു ഇത് ക്രിയേറ്റ് ചെയ്തിരുന്നത്. ടുഡേയ്സ് വേൾഡ് മോഡുലാർ കിച്ചൺസ് എന്ന് പറയുന്നത് ഹൈ പ്രിസിഷൻ ഉള്ളൊരു ഫാക്ടറിയിൽ നമ്മുടെ ക്യാബിനറ്റ്സിൻ്റെ ഷട്ടേഴ്സും അതേപോലെ അതിൻ്റെ ബോക്സസും ക്രിയേറ്റ് ചെയ്ത ശേഷം സൈറ്റിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനാണ് നമ്മൾ മോഡുലാർ കിച്ചൺ അല്ലെങ്കിൽ മോഡുലാർ ഇൻറ്റീരിയേഴ്സ് എന്ന് കോമൺ ആയിട്ട് പറയുന്നത്. ഈ മോഡുലാർ കിച്ചൺ ചെയ്യുന്നതിന് നമുക്ക് അധികം ടൈം എടുക്കില്ല, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഫാക്ടറിയിൽ വർക്ക് ചെയ്ത ശേഷം സൈറ്റിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ടൈം എടുക്കുന്നുള്ളൂ. അതുപോലെ സൈറ്റിൽ നമുക്ക് ഒരുപാട് വർക്കും വരുന്നില്ല. മോഡുലാർ ഇൻറ്റീരിയേഴ്സിൽ വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ളൊരു ഡിസൈൻ ഫോം ആയിരിക്കും വരിക. ലിമിറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ അവൈലബിലിറ്റിയും ആയിരിക്കും നമുക്ക് വരിക. അതിനുള്ളിൽ വെച്ചിട്ടുള്ള സെലക്ഷൻസും കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. സോ ദിസ് ഇസ് ഡേ 12 ഓഫ് ദ 30 ഡേയ്സ് സ്പേസ് ലിഫ്റ്റ്. ക്രിയേറ്റീവായിട്ടും ആർട്ടിസ്റ്റിക്കായിട്ടും ഉള്ളൊരു കിച്ചൺ അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ സ്പേസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ കസ്റ്റം ഇൻറ്റീരിയർ ഡിസൈൻ. ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിൽ കവർ ദാറ്റ് ടോപ്പിക്.